എന്തൊക്കെയോ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് എടുത്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ട് പോലും എന്നെ തൃപ്തിപ്പെടുത്തിയ ഒരു പൂർണ്ണമായ സിനിമ അനുഭവം സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല. തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. റിമാക്ക് അല്ലെങ്കിൽ സരസ ബാലുശ്ശേരി തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സജിൻ ബാബു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ, ബിരിയാണിയുടെ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി. പോസിറ്റീവ് ഘടകങ്ങൾ എണ്ണി പറയാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ പ്രകടനങ്ങൾ തന്നെയാണ്. റിമാക്ക് അല്ലെങ്കിൽ ജീവിക്കുകയായിരുന്നു. ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളുടെ മാനറിസംസ്, അവർ ഓരോ കാര്യങ്ങളിലും ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, ഒരു ജെനുവിൻ ഒരു സംഭവമുണ്ട്. അത് വളരെയധികം നമുക്ക് ക്യാരക്ടറിലുടനീളം കാണാൻ പറ്റും. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമോട്ട് ചെയ്യുക, വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് പറയാം. സരസ ബാലുശ്ശേരി അവർ ഒരുപാട് പറയുന്നതിനേക്കാൾ, അതായത് അഭിനയിച്ച് പറയുക, ഡയലോഗ് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ സൈലൻസ് നമ്മളോട് ഒരുപാട് സംസാരിക്കുന്നത് പോലെയുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. അത് ഗംഭീരമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രമോദ് വെളിയനാട് ഇത്രയും നാച്ചുറലായി ഇങ്ങനെ ഒരു ക്യാരക്ടറിനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അഭിനേതാക്കൾ നമ്മുടെ മലയാളത്തിൽ വളരെ കുറവാണ്. ഉണ്ടായിരുന്നേ, അധികായന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഇത്രയും രസമായി, ഇത്രയും ഒറിജിനലായി ആ ക്യാരക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെയ്ൻ ഡേവിസ് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആൻസലിം ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. അവരുടെ ക്യാരക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സ്നേഹത്തിൽ നിന്ന് മാറി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ ക്യാരക്ടറിന് മറ്റ് ക്യാരക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഒരു അടുപ്പം കൂടുതലുണ്ട്. ഇതിനൊരു ഗ്രാജുവൽ പേസ് ഉണ്ട്. അത് കൃത്യമായിട്ട് അവർ കണക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രകടനം. പിന്നെ ഇതിൽ ഡോക്ടേഴ്സായിട്ട് വരുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും നല്ല രീതിക്ക് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തു എന്ന് പറയാം. പക്ഷേ പേരെടുത്ത് പറയണമെന്ന് എനിക്ക് ഫീൽ ചെയ്ത ആളുകൾ ഇവരൊക്കെയാണ്. മറ്റൊരു പോസിറ്റീവ് മ്യൂസിക്കാണ്. മ്യൂസിക് എല്ലായിടത്തും ഗംഭീരമായിരുന്നു. അത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോഴാണ്. സിനിമയെ അങ്ങ് ലിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മൂഡിനെ അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. സയ്യിദ് അബ്ബാസ് ആണ് അത് ചെയ്തിട്ടുള്ളത്. അടിപൊളി ഗംഭീരം. മ്യൂസിക് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ടോട്ടൽ സിനിമയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയണം. ഓരോ സൗണ്ട്, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, നമ്മൾ കേൾക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്നോ എന്താ അതിനുള്ള ഒരു കൃത്യം വാക്കെന്ന് എനിക്കറിയില്ല. കറക്റ്റായിരുന്നു, ഗംഭീരമായിരുന്നു. പിന്നെ വിഷ്വലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ശ്യാമപ്രസാദ് MS ആണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. അബു ഭട്ടതിരിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ്. വിഷ്വലി വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആദ്യം നമ്മൾ കാണുമ്പോൾ ഈ തുരുത്തിലും മഴ പെയ്യാണ്. ആ മഴയുടെ ഭീകരത, അവിടെയുള്ളൊരു അസ്ഥിരത, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അതിൻ്റെ ഒപ്പം പിറ്റേ ദിവസം ആകാശം തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതും അത്രയും തെളിച്ചുള്ള കാഴ്ചകളാണ്. അതിനെ അങ്ങനെ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണ് ഇതിലെ മേക്കപ്പ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, റിമാക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ ഇഷ്യൂ വരുന്നതാണ്. അതിന് കാരണമാവുന്ന ഒരു ജീവിനെ VFXൽ അവർ കാണിച്ചിട്ടുണ്ട്. അത് രസമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മേക്കപ്പ്, ഇതിൻ്റെ ഒരു ഗ്രാജുവൽ ഒരു സ്കെയിലുണ്ട്. ഇതിങ്ങനെ കൂടി വരുന്നത്. അത് എനിക്ക് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് സിനിമ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിങ്ങനെ സ്ക്രീനിൽ സ്കിൻ അലർജി ആ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ ദേഹത്ത് വരുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്ക്രീനിലേക്ക് മാക്സിമം നോക്കാതിരിക്കാൻ തോന്നിപ്പോകുന്നത് പോലെ അത്രയും ഒറിജിനലായിട്ട്, അത്രയും ഭീകരമായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഈ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് അവർ കാവുകൾ, വിശ്വാസങ്ങൾ, അതൊക്കെയുള്ളൊരു ദ്വീപ്, അവിടെ ജീവിക്കുന്ന 2 സ്ത്രീകൾ, അവർ നേരിടുന്ന ഒരു പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട് പുറം ലോകം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഇങ്ങനെയൊരു രീതിയിലാണ് ആ കഥ പറച്ചിൽ പോകുന്നത്. മിക്സ് ഉണ്ടല്ലോ, ആ ബ്ലെൻഡ്, ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കൊള്ളാമേ, പക്ഷേ എപ്പോഴും ഒരു പ്രേക്ഷകൻ്റെ ഉള്ളിലുള്ളൊരു വൈ ഉണ്ട്. വൈ ദിസ്, വൈ ദാറ്റ്, എന്തിനാണ് ഇങ്ങനൊരു സംഭവം, ഇതെന്തായിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാവുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് വൈകളുണ്ടായിരുന്നു. ആ വൈകൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നി. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും അങ്ങനെ ആകുമ്പം ഇതിങ്ങനെ ആവാൻ പാടില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഒരുപാട് വിഷയങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് കുറേ ആയിപ്പോയി അതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥ എന്നുള്ള ഒരു ഫീലാണുള്ളത്. പ്രത്യേകിച്ച് ഞാൻ സിനിമകൾ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് വൈകളുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ ക്രൗഡ് ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു സിനിമയെന്ന് പറയുന്ന ഇത്രയും വലിയൊരു മീഡിയത്തിലൂടെ ആളുകളുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കുമ്പോൾ ഇത് പല രീതിയിൽ റീഡ് ചെയ്യപ്പെടും. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടാൻ, പ്രത്യേകിച്ച് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് ഒരു വലിയ കാരണം സിനിമയിൽ നിന്നുണ്ടായിട്ടുള്ള ചില വിശ്വാസങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ഈ സിനിമയും ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് എനിക്ക് തോന്നി. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇമോഷണലി കണക്റ്റ് ആവുന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിലെ ചില രംഗങ്ങൾ
ചില ബിംബങ്ങൾ അവരുപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചില ഡയലോഗുകൾ, ഇതൊക്കെ കാണുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ട്രിഗർ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷേ മൊത്തത്തിൽ സിനിമയോടോ അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങളോടോ നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യുക. ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇയാളുടെ പെയിൻ എൻ്റേതുപോലെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ യാതൊരു തരത്തിലൊരു ഇമോഷണൽ കണക്ഷൻ സിനിമയിലുടനീളം കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ മൊത്തത്തിൽ ഒരു ദ്വീപാണ്, ഒറ്റപ്പെട്ട ഒരു തുരുത്താണ്. അവിടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന 2 സ്ത്രീകൾ. അവർ ഈ പാമ്പിനെ വിളിച്ച് വിഷമിറക്കിച്ചിരുന്ന ഒരു വലിയ തറവാട്ടിലെ അവസാനത്തെ 2 കണ്ണികളാണ്, അമ്മയും മോളുമാണ്. അതിലൊരാൾക്ക് ഒരു മിത്തിക്കൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു സ്കിൻ ഇഷ്യൂ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടക്കുന്നതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഈ സ്ത്രീകളുടെ ഹൃദയങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട തുരുത്ത് പോലെയാണ്. പഴയ വിശ്വാസങ്ങൾ, അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവർക്കൊരിക്കലും മാറ്റിവെക്കാനാവാത്ത കാര്യങ്ങൾ, അതിലേക്ക് ആവശ്യക്കാരായ ആണുങ്ങൾ എത്തുകയും ആവശ്യം കഴിയുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആംഗിളിലോ, പുറത്തേക്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും വളരെ റിസർവ്ഡ് ആയിട്ടുള്ള, ആണുങ്ങൾ അധികം വാഴാത്ത ഒരിടം ഈ സ്ത്രീകളുടെ ഹൃദയത്തിലുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയോ, അവളുടെ ഉടലിന് വേണ്ടി, അവളുടെ സ്കിന്നിന് വേണ്ടി എല്ലാം ചേരുമ്പോഴും അവരുടെ ജീവിതം, അവരുടെ മരണം, അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയും ഇല്ലാതാവുന്നു എന്നുള്ള രീതിയിൽ, അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങൾ വായിച്ചെടുക്കാം എന്ന് തോന്നി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അവിടെയാണ് എനിക്കിത് ഒരു കൺഫ്യൂഷൻ ആയിട്ട്, എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഒരു കാതലായ ഒരു കാര്യം, ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവമാണ് ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് പറയേണ്ടത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചൊരു ആവറേജ് ഒരു വൺ ടൈം വാച്ച്. ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞു, എനിക്കിതിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുക്കാനുള്ളതായിട്ട് തോന്നിയില്ല. സജസ്റ്റ് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.